ഹലോ ഓൾ. അപ്പം നമുക്ക് എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1 തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ സിലബസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. കുറച്ച് ടഫാണെല്ലാം, എന്നാലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം നമുക്കൊന്ന് നോക്കാം. ബേസിക്സ് ഇൻട്രൊഡക്ഷൻ മാത്രം. എന്താണ് മെക്കാനിക്സ്, ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എൻജിനീയറിംഗ് മെക്കാനിക്സ്. ഇപ്പം നിങ്ങൾ എൻജിനീയറിങ്ങിലേക്ക് തിരിഞ്ഞപ്പോൾ നിങ്ങൾ CS ആയതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ മാത്രമേ ഇത് പഠിക്കാൻ കാണുകയുള്ളൂ. ഇപ്പം നിങ്ങൾ വേറെ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വരുന്ന S3-ൽ ഇതിൽ സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഹയർ സെമസ്റ്ററിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അധികമൊന്നും കാണില്ല. അപ്പം എന്നാലും നമ്മളിത് അറിഞ്ഞിരിക്കണം, എന്താണ് എൻജിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ളത്. ഓക്കെ. മെക്കാനിക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കായി നോക്കാം. ഇറ്റ്സ് എ സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രെഡിക്ട്സ് ദ കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡീസ് അണ്ടർ ആക്ഷൻ ഓഫ് ഫോഴ്സ്. മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബോഡി ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ അത് റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ എന്നതിനെ സംബന്ധിച്ച് ഉള്ള സ്റ്റഡിയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതൊരു എന്താണ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. നമുക്ക് ഇപ്പം കാണാം, സ്ലൈഡിൽ കാണാം. ഫിസിക്സ് തന്നെ നമുക്ക് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമലിലേക്ക് കിടക്കുകയാണ്. അത് ഹീറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ പറഞ്ഞ് കുറേ ഫീൽഡുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫിസിക്സിൻ്റെ മെക്കാനിക്സ് ഭാഗമാണ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കൂടുതലായിട്ട് കാണാം. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും നിങ്ങൾ നേരത്തെ +2-ലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഡൈനാമിക് ഫോഴ്സ് എന്നൊക്കെ. ഫിസിക്സ് പഠിച്ചപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും ഈ രണ്ട് വേർഡ്. സ്റ്റാറ്റിക് നമ്മൾ റെസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡൈനാമിക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോഷനിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഡൈനാമിക് ഫോഴ്സ്. ഈ ഡൈനാമിക് ഫോഴ്സിനെ തന്നെ കൈനമാറ്റിക്സ് എന്നും കൈനറ്റിക്സ് എന്നും തിരിച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ അത് കാണാൻ പറ്റും. പിന്നെ എൻജിനീയറിംഗ് മെക്കാനിക്സ്, അതിനെ തന്നെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എൻജിനീയറിംഗ് മെക്കാനിക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ റിജിഡ് ബോഡി മെക്കാനിക്സും, സെക്കൻഡ് വൺ ഡീഫോമബിൾ ബോഡി മെക്കാനിക്സും, തേർഡ് വൺ ഫ്ലൂയിഡ് മെക്കാനിക്സും. FM നിങ്ങൾ ഇനിയും കേൾക്കാൻ സാധ്യതയില്ല, FM ഉണ്ട്. പിന്നെ ഡീഫോമബിൾ ബോഡി മെക്കാനിക്സ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, SOM എന്ന് പറയും. ഇതൊക്കെ നിങ്ങളുടെ ഹയർ സെമസ്റ്ററിൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ്, ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഫ്ലൂയിഡ് മെക്കാനിക്സും. CS-നില്ല. ബാക്കി നമ്മളിപ്പോൾ സിവിലാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും ഹയർ സെമസ്റ്റേഴ്സിൽ, തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സ് ആണ് ഇതൊക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും ഫ്ലൂയിഡ് മെക്കാനിക്സും. അവരെ സംബന്ധിച്ച് FM എന്ന് പറഞ്ഞാൽ അവരുടെ കോർ സബ്ജക്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പം നിങ്ങൾക്കില്ല. ഇപ്പോൾ നമുക്കിവിടെ റിജിഡ് ബോഡി മെക്കാനിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. റിജിഡ് ബോഡി മെക്കാനിക്സും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിജിഡ് ബോഡി മെക്കാനിക്സിനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്കും ഡൈനാമിക്കുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സിന് റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സ്റ്റാറ്റിക്കും ഡൈനാമിക്കുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഓക്കെ. ഇനി എന്താണൊരു റിജിഡ് ബോഡി എന്ന് നോക്കാം. ഒരു ബോഡി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വസ്തു അല്ലെങ്കിൽ എന്തിനേയും നമ്മൾ ഒരു ബോഡി എന്ന് വിളിക്കും. ഒരു സിസ്റ്റത്തിനകത്തുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ, സിസ്റ്റം അറിയാമല്ലോ, ഒരു ബൗണ്ടറിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിലുള്ള ഏതൊരു വസ്തുവിനെ നമ്മൾ ബോഡി എന്ന് വിളിക്കാം. ഇനി അതിന് തന്നെ റിജിഡ് ബോഡിയുണ്ട്, ഫ്ലെക്സിബിൾ ബോഡിയുണ്ട്.
നമുക്ക് പഠിക്കാനുള്ളത് റിജിഡ് ബോഡി ആയിരുന്നു. ഫ്ലെക്സിബിൾ ബോഡി എന്ന് വെച്ചാൽ അറിയാലോ, നമ്മളത് ഫ്ലെക്സിബിൾ ആയിരിക്കും, നമ്മൾ ഞെക്കിയാൽ ഞെക്ക് കൊള്ളുന്ന ടൈപ്പുള്ള ബോഡിയാണ് ഫ്ലെക്സിബിൾ ബോഡി എന്ന് പറഞ്ഞാൽ. ഇല്ല സ്പോഞ്ചിൻ്റെ ബോളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്മൈലിയുള്ള, അതൊക്കെ നമ്മളിങ്ങനെ ഞെക്കിയാൽ ഞെക്ക് കൊള്ളുന്ന ടൈപ്പല്ലേ, അതൊക്കെ ഒരു ഫ്ലെക്സിബിൾ ബോഡിയാണ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിൽ ആറ്റംസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ഒരു സോളിഡിൻ്റെ ആറ്റംസ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും ഈ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡിൽ കാണാം. റിജിഡ് ബോഡി മേ ബി ഡിഫൈൻഡ് ആസ് എ ബോഡി ഇൻ വിച്ച് ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് എനി ടു പാർട്ടിക്കിൾസ് ഡു നോട്ട് ചേഞ്ച് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്, which means the distance between 2 points remains same before and after applying the external force. താഴെ നോക്ക്, താഴെ ആ ഫിഗർ കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ ആറ്റം എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. ആ സർക്കിൾ കാണിച്ചിരിക്കുന്നതാണ് ഓരോ ആറ്റത്തിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്. ഡിഫറെൻറ്റ് ആറ്റംസിനെ ഒരു ബോണ്ട് വെച്ച് ലിങ്ക് ആയിരിക്കും. ഈച്ച് ആറ്റംസ് ആർ ലിങ്ക് ടു ബോണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സോളിഡ് ബ്രേക്ക് ആവുന്നത്. ഈ ബോണ്ട് നമ്മൾ ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് ഈ സോളിഡ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നത്, ഏതൊരു സോളിഡാണെങ്കിലും. ഓക്കെ, ഇപ്പോൾ ഈ ആറ്റംസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ക് ആയിരിക്കും. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും ഇതിൻ്റെ ബോഡിക്ക് ഇതിൻ്റെ ഷേപ്പിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ പാർട്ടിക്കിൾസിനും അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെ പൊസിഷൻസിന് ചേഞ്ച് സംഭവിക്കാത്തത് കൊണ്ടാണ് ഈ ബോഡി അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അതായത് അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ദ ബോഡി അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഡു നോട്ട് ചേഞ്ച്. അത്തരം ബോഡീസാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഈ റിജിഡ് ബോഡി മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ ഇക്വിലിബ്രിയം. അതായത് റെസ്റ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം അറിയാമല്ലോ. ഒരു ബോഡി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലായിരിക്കും. അതായത് ഫോഴ്സ് എല്ലാം കഴിഞ്ഞ് ബോഡിക്ക് വേറെ ചേഞ്ച് ഒന്നും സംഭവിക്കാത്തൊരു കണ്ടീഷനല്ലേ, റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷനിൽ ഉള്ള ഫോഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന കണ്ടീഷനിലും നമ്മൾ ഡീൽ ചെയ്യുന്ന മെക്കാനിക്സിനാണ് സ്റ്റാറ്റിക് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് നോക്കാം. ഇതർ ദ ബോഡി അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ബോഡി റെസ്റ്റിലായാലും യൂണിഫോം മോഷൻ എന്ന് പറയണം. മോഷൻ അല്ല, യൂണിഫോം മോഷൻ. അതായത് അതിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നതിനാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അവിടെ അതായത് അറ്റ് ദ എൻഡ് ഓഫ് ഡേ എന്താണ്, അതൊരു റെസ്റ്റായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. യൂണിഫോം മോഷൻ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിൽ കയറിയിരിക്കുക, ഒരേ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമ്മൾ സ്ട്രേറ്റ് ഹൈവേ കൂടി ഇങ്ങനെ യൂണിഫോമായിട്ട് മൂവ് ചെയ്യുമ്പം അതിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, ജസ്റ്റ് മൂവ് ആവുന്നേ ഉള്ളൂ. അതും എന്താണ് ഫൈനലി ഒരു റെസ്റ്റ് തന്നെയായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫോഴ്സിനാണ് സ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് അപ്പോൾ എന്തായിരിക്കും? സ്റ്റാറ്റിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്റ്റാറ്റിക് റെസ്റ്റ് ആണെങ്കിൽ ഡൈനാമിക്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ഓൺ ദ ബോഡി ഇൻ മോഷൻ ഇസ് കാൾഡ് ഡൈനാമിക്സ്. ഇവിടെ യൂണിഫോം മോഷൻ അല്ല, വെറും മോഷനാണ്. അത് കണ്ടിന്യൂസ് ആവണമെന്നില്ല, പല ടൈപ്പുള്ള മോഷൻസ് ആകാം. ആ മോഷനിലുള്ള ഫോഴ്സാണ് ഡൈനാമിക് ഫോഴ്സും അതിൻ്റെ കണ്ടീഷനാണ് ഡൈനാമിക് കണ്ടീഷൻ എന്നും പറയുന്നത്. ഈ ഡൈനാമിക് കണ്ടീഷനെ അല്ലെങ്കിൽ ഡൈനാമിക്സിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടിരുന്നു. എന്താണ് കൈനറ്റിക്സ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ. ഓക്കെ, ഡൈനാമിക്സ് എന്താണെന്ന് അറിയാലോ, വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡീസ് ഓഫ് ബോഡീസ് ഇൻ മോഷൻ. കൈനറ്റിക്സ് എന്താണ്? ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അതായത് കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് ഇൻ മോഷൻ വിത്ത് കൺസിഡറേഷൻ ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും കൂടെ കൺസിഡർ ചെയ്തെടുക്കുന്നതാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൈനമാറ്റിക്സ് എന്തായിരിക്കും?
ഈ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാത്തത്, അതായത് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി. ദ ബ്രാഞ്ച് ഓഫ് ഡൈനാമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡീസ് അല്ലെങ്കിൽ റിജിഡ് ബോഡീസ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡ്. ഇനിയും ഇതിലുള്ള ഓരോ ഈച്ച് പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ആ സ്റ്റാറ്റിക്സ് റിജിഡ് ബോഡി നോക്കി, പിന്നെ സ്റ്റാറ്റിക്സ് നോക്കി, ഡൈനാമിക്സ് നോക്കി. അടുത്ത് പാർട്ടിക്കിൾ എന്താണ്? ഇതിലൊരു വസ്തുവിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അറിയാലോ. ഇറ്റ് ഹാസ് ദ ഒരു ചെറിയ മാസമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയാം. അതിൻ്റെ സൈസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഇറ്റ്സ് മേ ബി ഏതൊരു സ്മോൾ ഒരു ഹ്യൂജ് സൈസ്, അല്ലെങ്കിൽ വളരെ ബിഗ് ആവാം, അല്ലെങ്കിൽ ഏതൊരു വളരെ ചെറുതുമാകാം. സൈസ് വിഷു അല്ല, പക്ഷേ അതിനൊരു മാസ് ഉണ്ടായിരിക്കണം. അതിന് ആ ഒരു തിങ്ങിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്സിൽ നിങ്ങൾ ചിന്തിക്കുമ്പം വേറെ രീതിയിൽ കാണാം, പക്ഷേ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കാറ്റഗറിയിൽ ചിന്തിക്കുമ്പോൾ a particle is a thing which has mass but its size can be neglected. That is, it may be even huge size or it may be even very small. Then rigid body നമ്മൾ നോക്കിയിരുന്നു. Rigid body is considered as a combination of large number of particles in which all particles remained at a fixed position or distance from one another before and after applying a particular amount of external force or load. Then concentrated force. The concentrated force represents the effect of a loading which is assumed to act at a point on a body. അതായത് ഒരു ബോഡിയിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ഇപ്പോൾ നമ്മളൊരു വലിയ ബോഡി എടുക്കുകയാണെങ്കിൽ അതിന് ഇഷ്ടംപോലെ സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിൽ അല്ലെങ്കിൽ ആ ബോഡിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ്. ദെൻ ടു ടൈപ്സ്, നമ്മുടെ സ്കേലാറും വെക്ടർ ക്വാണ്ടിറ്റി, ടു ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. നമ്മൾ മാത്സിലും +2 ഫിസിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്കേലാർ ആൻഡ് വെക്ടർ. സ്കേലാർ എന്താണ് നിങ്ങൾക്കറിയാലോ? ദ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. അതിൻ്റെ എക്സാമ്പിളാണ് മാസ്, വോളിയം, ലെങ്ത്. നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്ടറും ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ. സ്കേലാറും വെക്ടറും ആണ് ഇതിൻ്റെ ഒരു മേജർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതാണ് സ്കേലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ് വെക്ടർ. റെപ്രസെൻ്റ് ചെയ്യുന്ന അറിയാമല്ലോ, മേളിലൊരു ആരോ ഇട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാമായിരിക്കും, ഫോഴ്സ് കഴിഞ്ഞിട്ട് മേളിൽ ഒരു ആരോ ഇട്ട് റെപ്രസെൻ്റ് ചെയ്താണ് വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടറിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫോഴ്സ്, മൊമെൻറ്റം, പൊസിഷൻ, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫോഴ്സ്. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് നോക്കി. നെക്സ്റ്റ് ഫോഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ആക്ഷൻ ദാറ്റ് ടെൻഡ് ടു ചേഞ്ച് ദ state of rest or motion of a body to which it is applied. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഫോഴ്സ്. ഏതെങ്കിലും ഒരു റിജിഡ് ബോഡിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ കാരണം ആ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബോഡിയുടെ റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷൻ ആയിരിക്കും. ഇതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഒരു എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഒരു ആക്ഷനാണ് ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫോഴ്സിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ആൻഡ് ഫോഴ്സ് ആസ് എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ആസ് എ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിൻ്റെ എമൗണ്ട് ആണ്, എത്രത്തോളം ഫോഴ്സാണ് നമ്മളൊരു ബോഡിയിൽ കൊടുക്കുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ്. ഫോഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്നൊക്കെ. എത്രത്തോളം എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അത് ബോഡിയിൽ ഏത് പോയിന്റിലാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, ആ പർട്ടിക്കുലർ പോയിന്റിനാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡിക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ
ഇതിനൊരു ചേഞ്ച് സംഭവിക്കുന്ന ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷനാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്: മാഗ്നിറ്റ്യൂഡ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓർ ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്നായിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരുമ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. ത്രൂ ദ സർഫസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു സർഫസ് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ലൈനിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ലൈൻ ഓഫ് ആക്ഷൻ. പിന്നെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കെല്ലാം അറിയാവുന്നതാണ്, ന്യൂട്ടനാണ്. ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റിലെ എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. CGS സിസ്റ്റം ആണെങ്കിൽ ഡൈൻ ആയിരിക്കും. അതറിയാം, നമ്മൾ SI സിസ്റ്റത്തിലാണ് എപ്പോഴും പറയുന്നത് ന്യൂട്ടനാണ് യൂണിറ്റ്. ഓക്കെ, നമ്മുടെ റിജിഡ് ബോഡി മെക്കാനിക്സ് നമ്മുടെ ന്യൂട്ടൻ്റെ 3 laws ഓഫ് മോഷനെ ബേസ് ചെയ്തിരിക്കും. നമുക്ക് 3 laws ഓഫ് മോഷൻ അറിയാം ന്യൂട്ടൻ്റെ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഇത് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി നമ്മളുടെ റിജിഡ് ബോഡി മെക്കാനിക്സിൻ്റെ സബ്ജക്റ്റിൽ രീതിയിൽ പറയുന്നതാണ് ഈ 3 ലോ. ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള 3 ലോ തന്നെയാണ്, പക്ഷെ ചെറിയൊരു മോഡിഫിക്കേഷനാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ലോ നോക്കാം. എ പാർട്ടിക്കിൾ ഒറിജിനലി അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി will remain in this state provided the particle is not subjected to an unbalanced force. And first law. Second law, a particle acted upon by an unbalanced force F experience an acceleration A that has the same direction as the force and a magnitude that is directly proportional to the force F is equal to ma. The third one, the mutual force of an action and reaction between two particles are equal, opposite and collinear. Mutual force of action and reaction between two particles are equal, opposite and collinear. ഞാൻ എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയാത്തത് നമ്മൾ 3 ലോയും ചെറുപ്പത്തിലെ കൊച്ചു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ്. അതാണ് എടുത്ത് പറയാത്ത ചെറിയൊരു മോഡിഫിക്കേഷനേ ഉള്ളൂ. വായിച്ചാൽ ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ഒരു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഉണ്ട്, G. നമ്മളുടെ ഈ മെക്കാനിക്സിൻ്റെ എല്ലാ മൊഡ്യൂളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കോൺസ്റ്റൻ്റ് ആണ് ഈ G, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്. ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂളിലും ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ട്. ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ പറഞ്ഞാൽ എന്താ നോക്കാം. പാർട്ടിക്കിൾസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേഴ്സ് ഈച്ച് അതർ along their connecting line with a force whose magnitude is directly proportional to the product of masses and inversely proportional to the distance squared between the particles. അതായത് F is directly proportional to m1 m2 by r square. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് G. ആണ് F is equal to G into m1 m2 by r square. m1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഫസ്റ്റ് ബോഡി ആയിരിക്കും, m2 ഇസ് ദ മാസ് ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ ആണ്. r എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കിളും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് ആണ് r. ദാറ്റ് ഈസ് F is directly proportional to m1 m2 by r square. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് G. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് സബ്ജക്റ്റിലേക്ക് കൂടുതൽ കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ എല്ലാം പറയുന്നില്ല, കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്രയും എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുക. നാളെ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് 1-2 ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.